ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായ നോ അവർ ലാൻഡ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത്. നോ അവർ ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാടിനെ നമുക്കറിയാം അല്ലേ, നാടറിയാവുന്നതാണ് അല്ലേ. പച്ചയാം വിരപ്പിട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാദ്യ മണൽ തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി കൊണ്ടിടുന്ന നിൻ പാർശ്വയുഗമെത്താ കാത്തു കൊള്ളുന്ന കുമാരിയും ഗോകർണേശനുമമ്മേ. മാതൃവന്ദനം വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയതാണ് അല്ലേ. അപ്പോൾ നോക്കാം. റീഡ് ആൻ എക്സ്ട്രാക്ട് ഫ്രം വള്ളത്തോൾ നാരായണ മേനോൻസ് പോം വിച്ച് ഡിസ്ക്രൈബ്സ് ദ സിനിക് ബ്യൂട്ടി ഓഫ് കേരള. എന്താ അവിടെ പറയുന്നത്? വള്ളത്തോൾ അല്ലെ, കേരളത്തിന്റെ മനോഹാരിത വർണ്ണിക്കുന്ന വള്ളത്തോൾ നാരായണ മേനോന്റെ ഒരു കവിതയാണ് ഇവിടെ അല്ലെ, ഒരു പോമാണ് ഇവിടെ അല്ലെ. അത് ശ്രദ്ധിക്കാൻ പറയാം. ടു ദ ഈസ്റ്റ് ആർ ദ ചോറിംഗ് മൗണ്ടെയിൻസ്, മെനി റിവേഴ്സ് ഫ്ലോയിങ് ഫ്രം ദം, boats floating along backwaters, and to the west a long stretch of coastline, field plains, green everywhere, pleasant climate, how beautiful is our Kerala. എന്താണ് ഈ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, കിഴക്ക് അല്ലെ. ഈസ്റ്റിൽ ഉയർന്നു നിൽക്കുന്ന നല്ല ടവറിങ് മൗണ്ടെയിൻസ് അല്ലെ, മലനിരകൾ, അതിൽ നിന്ന് ഒഴുകിയെത്തുന്ന നിരവധി റിവേഴ്സ് അല്ലെ, പുഴകൾ, ഓളപ്പരപ്പിലൂടെ വഞ്ചികൾ, ബോട്ട്സ് എന്താണ്, ഒഴുകി നീങ്ങുന്ന കായലുകൾ, പിന്നെ പടിഞ്ഞാറ് അല്ലെ എന്താണ്, വെസ്റ്റില് എന്താ നീണ്ടു പരന്നു കിടക്കുന്ന കടൽ തീരം, വയലുകൾ, സമതല പ്രദേശങ്ങൾ, എങ്ങും പച്ചപ്പ്, സുഖകരമായ കാലാവസ്ഥ. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ് അല്ലേ. നമ്മുടെ കേരളം എത്രയോ സുന്ദരമാണ് അല്ലേ, നമ്മുടെ കേരളം. Are there any such features like hills, beaches, water bodies, etc. in your area? The physiography of Kerala consists of diverse geographical features. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ, കുന്നുകൾ, കടൽ തീരങ്ങൾ, ജലാശയങ്ങൾ തുടങ്ങിയ സവിശേഷതകളുണ്ടോ? വൈവിധ്യമാർന്ന അല്ലെ, ഡൈവേഴ്സ് ആയിട്ടുള്ള ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണിത് കേരളത്തിന്റെ ഫിസിയോഗ്രഫി എന്ന് പറയുന്നത് അല്ലെ. The physiography of Kerala consists diverse geographical features. Right? Okay. Now, let us observe the outline of a Grama Panchayat in Kerala. എന്താ അവിടെ പറയുന്നത്? ഇനി നമുക്ക് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തിലെ ഒരു രൂപരേഖ നിരീക്ഷിക്കുക. എന്താണ്? വാണിയംകുളം ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. ഇവിടെ നോക്കിയേ, വാണിയംകുളമാണ് അല്ലേ. ഇവിടെ വരുന്നത് എന്താണ്? ഭാരതപ്പുഴ അല്ലേ, താഴെ ഭാരതപ്പുഴയാണ്. ഇത് ഷൊർണൂർ മുനിസിപ്പാലിറ്റി. ഇതെന്താണ്? എന്താണ്? ചെളവറ ഗ്രാമപഞ്ചായത്ത്, അങ്കനവാടി ഗ്രാമപഞ്ചായത്ത്, അനങ്കനടി അല്ലെ, എന്താണ്? അനങ്കടി ഗ്രാമപഞ്ചായത്ത്, ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി അല്ലെ. അപ്പോൾ ഈ ലൈനുകളുണ്ട്. ഇത് ഡിസ്ട്രിക്ട് ബൗണ്ടറിയാണ്, ഇത് പഞ്ചായത്ത് ബൗണ്ടറിയാണ്, ഇത് റെയിൽവേ ലൈനാണ് ഇവിടെ കാണിക്കുന്നുണ്ട്, റെയിൽവേ ലൈന്. പിന്നെന്താണ്? റിവറാണ് താഴെ കാണിക്കുന്നത് അല്ലേ. റെഫറൻസ് വാണിയംകുളം പഞ്ചായത്ത് ഡയറക്ടറി 2001 അല്ലേ. വാണിയംകുളം ഹാസ് എ ഫിസിയോഗ്രഫി കൺസിസ്റ്റിംഗ് ഓഫ് ഹിൽസ് ആൻഡ് പ്ലെയിൻസ് വിച്ച് ഇസ് എ മേജർ റിവർ സീൻ ഇൻ ദ ഔട്ട്ലൈൻ. എന്താ അവിടെ പറയുന്നത്? കുന്നുകളും നിരപ്പാർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭൂപ്രകൃതിയാണെന്ത് ഈ വാണിയംകുളത്തിനുള്ളത് അല്ലെ. ഇതിൽ കാണുന്ന ഈ നദി ഏതാണ്? ഭാരതപ്പുഴ. ഇവിടെ ഇതിൻ്റെ ഭാരതപ്പുഴ എന്ന് ഇത് കേട്ടോ. ഭാരതപ്പുഴ ഫ്ലോസ് അലോങ് ദ സൗത്തേൺ ബോർഡർ ഓഫ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അല്ലെ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ തെക്കേ അതിർത്തിയിലൂടെയാണെന്ത്, ഈ സൗത്തേൺ ബോർഡറിലൂടെയാണെന്ത് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അല്ലെ. ദെൻ find out the major mode of transport that runs parallel to ഭാരതപ്പുഴ. ഭാരതപ്പുഴക്ക് പാരലൽ ആയി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം ഏതാണ്? റെയിൽവേ ട്രാക്ക് അല്ലേ. എന്താണ്? ട്രാൻസ്പോർട്ട് വരുന്നുണ്ട് അല്ലേ റെയിൽവേന്റെ. ഓക്കെ. ദെൻ most of the areas of the panchayat are the catchment areas of Bharatapuzha. The river is used for water transport and fishing. The fertile soil along the banks of the river contributes ടു അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി. എന്താണ്? പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും എന്താണ്? ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ് അല്ലേ. അത് എന്താണ് അവിടെ വരുന്നത്? ജലഗതാഗതം വരുന്നുണ്ട്, പിന്നെന്താണ്? വാട്ടർ ട്രാൻസ്പോർട്ട് വരുന്നുണ്ട്, ഫിഷിംഗ് അല്ലെ, മത്സ്യബന്ധനം എന്നിവയ്ക്കായി പുഴയെ എന്താണ് അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലേ. പിന്നെന്താണ്? പുഴയുടെ തീരത്തോട് ചേർന്ന് നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ഉണ്ട് അല്ലേ, എന്താണ്? നല്ല വളക്കൂറുള്ള മണ്ണുണ്ട് അല്ലേ. അത് എന്താണ്? ഈ അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റിക്ക് അല്ലെ, എന്താ കാർഷിക അഭിവൃദ്ധിക്ക് എന്താണ് കാരണമാകുന്നുണ്ട് അല്ലേ. ഹൗ ഡസ് ഭാരതപ്പുഴ ഇൻഫ്ലുവൻസ് ദ അഗ്രികൾച്ചറൽ ഫുഡ് ഹാബിറ്റ്സ് ട്രാൻസ്പോർട്ട് എക്സെട്ര ഓഫ് ദ പീപ്പിൾ ഇൻ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഡിസ്കസ്.
എന്താ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കൃഷി, ജനങ്ങളുടെ ഭക്ഷണരീതി, ഗതാഗതം മുതലായവയെ ഭാരതപ്പുഴ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫെർട്ടൈൽ സോയിൽ ഓൺ ദ ബാങ്ക്സ് ഓഫ് ഭാരതപ്പുഴ ഈസ് സൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ഭാരതപ്പുഴയുടെ തീരത്തെ വളക്കൂറുള്ള മണ്ണ് എന്താണ്, കൃഷിക്ക് അനുയോജ്യമാണ് അല്ലേ. We have familiarized ourselves with certain geographical features of Vaningulam Grama Panchayat. Haven't you observed that such geographical features influence the life of people of that place in many ways? എന്താണ് പറയുന്നത്, വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ ചില ഭൂമിശാസ്ത്ര സവിശേഷതകൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു അല്ലേ. അപ്പൊ ഇത്തരം ഭൂമിശാസ്ത്ര സവിശേഷതകൾ ആ നാടിന്റെ ജനജീവിതത്തെ പല രീതികളിലും സ്വാധീനിക്കുന്നതായി കണ്ടില്ലേ. അപ്പൊ ആ സ്ഥലത്തുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്താണ്, അവിടുത്തെ പീപ്പിളിന്റെ ലൈഫുമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ, പല രീതിയിലും. ലിസ്റ്റ് ഔട്ട് ദി വേരിയസ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, വേരിയസ് ക്രോപ്സ് ആൻഡ് ഒക്യുപ്പേഷൻസ് ഓഫ് ഏരിയ വേർ യു ലിവ് ഇൻ. നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ, അവിടുത്തെ വിവിധ കൃഷികൾ, തൊഴിലുകൾ എന്നിവ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആർ ഇൻ ദ അഗ്രികൾച്ചർ ആൻഡ് അതർ ഒക്യുപ്പേഷൻസ് ഇൻ യുവർ ലൊക്കാലിറ്റി related to its geographical features. Examine them based on the indicators given. Help of the teacher can also be sought. എന്താണ്, നിങ്ങളുടെ നാട്ടിലെ കൃഷിയും മറ്റു തൊഴിലുകളും ഭൂമിശാസ്ത്ര സവിശേഷതകളുമായി ഉള്ളതല്ലേ. നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ എന്താക്കുക, പരിശോധിക്കുക. ടീച്ചറുടെ സഹായം തേടുക. വെതർ എന്താണ്, കാലാവസ്ഥ അല്ലെ. വാട്ടർ ബോഡീസ് എന്താ, ജലാശയങ്ങൾ. പ്ലെയിൻസ് എന്താ, നിരപ്പായ പ്രദേശം. ഹില്ലി ഏരിയ മലയോര പ്രദേശങ്ങൾ. ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ മണ്ണിന്റെ വളക്കൂറ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രീസ് അല്ലെ, ഗതാഗതവും പിന്നെ അതുപോലെ ഇൻഡസ്ട്രീസ് വ്യവസായങ്ങളും അല്ലെ. Prepare a regional geographical document incorporating the information of the geographical features you have collected. Use the titles given below. Present the geographical document in the Social Science Club. നിങ്ങൾ കണ്ടെത്തിയ വിവരങ്ങളും പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകളും ഉൾപ്പെടുത്തി എന്താണ് ചുവടെ നൽകിയിട്ടുള്ള ഈ എന്താ ഹെഡിങ്ങിന്ന് ഒരു പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ തയ്യാറാക്കി എന്താണ് നിങ്ങൾ ക്ലബ്ബിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. റീജിയണൽ ജോഗ്രഫിക്കൽ റെക്കോർഡ് നോക്കൂ, എന്തൊക്കെയാണ് പ്രാദേശിക ജോഗ്രഫിക്കൽ റെക്കോർഡ്. ഔട്ട്ലൈൻ ഓഫ് ദ ഏരിയ ഓർ വാർഡ്, എന്താണ് പ്രദേശം അല്ലെങ്കിൽ വാർഡ് ഉൾപ്പെടുന്നൊരു ഔട്ട്ലൈൻ വേണം, രൂപരേഖ വേണം അല്ലെ. പിന്നെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വേണം, എന്താ ഭൂമിശാസ്ത്ര സവിശേഷതകൾ വേണം അല്ലെ. റിലേഷൻഷിപ്പ് ഓഫ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ വിത്ത് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ജനജീവിതത്തിന് ഭൂമിശാസ്ത്ര സവിശേഷതകളുമായുള്ള ബന്ധം. പിന്നെ പ്രോബ്ലംസ് ഫേസ്ഡ്, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെന്താണ് സൊല്യൂഷൻസ് അല്ലെ, പരിഹാര നിർദ്ദേശങ്ങൾ. ഇതൊക്കെ വെച്ച് നിങ്ങൾ എന്താക്കുക, അത് തയ്യാറാക്കുക. എന്ത്, ഒരു പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഉൾപ്പെടുത്തണം. നിങ്ങൾ കണ്ടെത്തിയ ഈ വിവരങ്ങളും പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷങ്ങൾ ഉൾപ്പെടുത്തി എന്താക്കുക, ഈ തന്നിരിക്കുന്നത് ഈ പോയിന്റിൽ നിന്ന് എന്താക്കുക, ഒരു പ്രാദേശിക ഭൂമിശാസ്ത്ര രേഖ തയ്യാറാക്കുക. ദെൻ നിങ്ങൾ ഏരിയന്റെ എന്താണ് ഒരു ഔട്ട്ലൈൻ വേണം. പിന്നെന്താണ് അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്ന് നോക്കുക. ഹില്ലി ഏരിയ ആണോ അല്ലെങ്കിൽ പരന്ന സ്ഥലമാണോ എന്താന്നുള്ളത് നോക്കുക. പിന്നെന്താണ് അവിടുത്തെ ആ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കുക. പിന്നെ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ നോക്കുക. പിന്നെ സൊല്യൂഷൻസ് എന്താണ് അതും നോക്കുക കേട്ടോ. യു ഹാവ് ഡിസ്കസ് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി ആർ ദ ഫിസിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് സിമിലർ ടു ദം. എന്താണ് പറയുന്നത് നോക്കിയാൽ, എന്താണ് നിങ്ങളുടെ പ്രദേശത്തിന്റെ ഈ ഭൂമിശാസ്ത്ര രേഖ എന്താണ് ഈ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ചർച്ച ചെയ്തല്ലേ. ഇതുപോലെയാണോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകൾ ആണോ? ഹൗ അബൌട്ട് എൻ ഇൻക്വയറി ഇൻ ടു കേരളാസ് ഫിസിയോഗ്രഫി. എങ്ങനെയാണ് നമ്മൾ കേരള ഫിസിയോഗ്രഫി എങ്ങനെയാണ്, കേരളത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെയാണ്, സോയിൽ, വാട്ടർ, ക്ലൈമറ്റ് ആൻഡ് ക്രോപ്സ് ആൻഡ് അതർ ഇമ്പാക്ട് ഓൺ പീപ്പിൾസ് ലൈഫ് അല്ലേ. എന്താണ് സോയിൽ, വാട്ടർ, വെതർ, പിന്നെ ക്രോപ്സ് അല്ലെ, എന്തൊക്കെയാണ് മണ്ണ്, ജലം, കാലാവസ്ഥ, വിളകൾ എന്നിവയെക്കുറിച്ച് അവ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും ഒരു അന്വേഷണമായാലോ. നോക്കാം നമുക്ക് കേരളത്തിൽ എന്താന്നുള്ളത് കേട്ടോ. നോക്കൂ, ഫിസിയോഗ്രഫി ഓഫ് കേരള അല്ലെ. ഇവിടെ ചിത്രം ശ്രദ്ധിച്ചല്ലോ അല്ലെ. എന്താണ് കോസ്റ്റൽ ഏരിയ അല്ലെ. ബ്ലൂ കളർ കാണുന്ന എന്താണ് കടൽ തീര പ്രദേശമാണ് അല്ലെ. റെഡ് കാണുന്ന എന്താണ് മിഡ്ലാൻഡ് എന്ന് പറയും. പിന്നെ ഈ പച്ച കാണുന്ന ഹൈലാൻഡ് ആണ് കേട്ടോ. അപ്പൊ ഈ കോസ്റ്റൽ ഏരിയ എന്താണ് ബിലോ 7.5 മീറ്റർ അല്ലെ. 7.5 മീറ്ററിന്റെ താഴെയായിട്ടുള്ളതൊക്കെ എന്താണ് കോസ്റ്റൽ ഏരിയ ആണ് കേട്ടോ. പിന്നെ എന്താണ് മിഡ്ലാൻഡ് അറിയുന്നത് എന്താണ് 7.5 മീറ്ററിന്റെയും 75 മീറ്ററിന്റെയും ഇടയിലുള്ള എല്ലാ സ്ഥലവും എന്താണ് മിഡ്ലാൻഡ് എന്ന് പറയും കേട്ടോ. ഇനി ഹൈലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് 75 മീറ്ററിന്റെ മുകളിലേക്കുള്ളതൊക്കെ ഹൈലാൻഡ് ആണ് കേട്ടോ. അപ്പൊ 3 പാർട്ടാണല്ലോ അല്ലെ. നോക്കാം നമുക്ക്. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ്. ലിസ്റ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങൾ എന്താക്കുക, മാപ്പ് നോക്കിയിട്ട് താഴെ പറയുന്ന കണ്ടെത്തുക പറഞ്ഞത്. 3 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് കേരള. കേരളത്തിന്റെ 3
ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഏതൊക്കെയാണ്? ദ കോസ്റ്റൽ ഏരിയ, മിഡ്ലാൻഡ്, ഹൈലാൻഡ് അല്ലെ. ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ഈച്ച് ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഫ്രം ദ സീ ലെവൽ. ഓരോ എന്താണ് ഫിസിയോഗ്രഫിക് ഡിവിഷൻ എന്താണ് ഇതിനെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താണ് കോസ്റ്റൽ ഏരിയ ബിലോ 7.5 മീറ്റർ, മിഡ്ലാൻഡ് ബിറ്റ്വീൻ 7.5 മീറ്റർ ആൻഡ് 75 മീറ്റർ, ഹൈലാൻഡ് അബോവ് 75 മീറ്റർ എന്ന് എഴുതുക കേട്ടോ. ഇനി ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് കേരള വിച്ച് ഈസ് അഡ്ജസന്റ് ടു ദ ലക്ഷദ്വീപ് സീ. അപ്പൊ എന്താണ് ലക്ഷദ്വീപ് സീനോട് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിന്റെ ഫിസിയോഗ്രഫിക്കൽ ഏതാണെന്ന് വെച്ചിരിക്കുന്നത്? ഏതാണ് ലക്ഷദ്വീപിനോട്? യെസ്, എന്താണ് കോസ്റ്റൽ ഏരിയ അല്ലെ. ഫിസിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് കേരള വിച്ച് ലൈസ് അലോങ് ദ സ്റ്റേറ്റ് ബോർഡർ ഓഫ് തമിഴ്നാട് ആൻഡ് കർണാടക. തമിഴ്നാട്, കർണാടകം എന്നീ സ്റ്റേറ്റിന്റെ അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ ഫിസിയോഗ്രഫിക്കൽ ഏരിയ ഏതാണ്? തമിഴ്നാട് ഇത് അവിടെയാണ്, കർണാടക അല്ലെ. അപ്പൊ ഏതാണ് ഈ ഗ്രീൻ കളർ അല്ലേ? അപ്പൊ ഗ്രീൻ കളർ ഏതാ? ഹൈലാൻഡ് അല്ലെ. ഓക്കെ, അപ്പൊ ഹൈലാൻഡ്. Now let's examine more about the physiography of Kerala. ഇനി നമുക്ക് എന്താ കേരളത്തിലെ കൂടുതൽ ഫിസിയോഗ്രഫി നമുക്ക് പഠിക്കുക. ഓക്കെ, കേരളത്തിലെ കുറെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഹൈലാൻഡ് എന്താണ്? ഹൈലാൻഡ്. Find the location of highland on the physiographical map of Kerala. It is a physiographical section that is located at about 75 meters above sea level and includes hills, mountains and peaks. Highland is a region that receives heavy rainfall and is generally full of greenery. All the 44 rivers of Kerala originate from the highlands. കേരളത്തിന്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ മലനാടിന്റെ സ്ഥാനം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഈ ഹൈലാൻഡിന്റെ സ്ഥാനം കണ്ടെത്താൻ ഈ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എന്താണ് 75 മീറ്റർ അബോവ് 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും ഇവിടെ എന്തൊക്കെയുള്ള കുന്ന്, മലകള്, പർവ്വതം ഉൾപ്പെടുന്നതുമായ ഒരു ഫിസിയോഗ്രഫിയാണ് അത് അല്ലെ. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ എന്താണ് ഒരു എന്താണ് ജനറലി ഫുൾ ഓഫ് ഗ്രീനറി അല്ലെ. ഒരു ഹരിതാപവുമായ പ്രദേശമാണ് എന്ത് ഹൈലാൻഡ് അല്ലെ. കേരളത്തിലെ 44 നദികളും എന്താണ് ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടുന്നാണ്? ഉത്ഭവിക്കുന്ന എവിടുന്നാണ്? ഈ ഹൈലാൻഡിൽ നിന്നാണ് അല്ലെ. ഈ ഈ ഫിസിയോഗ്രഫിയിൽ നിന്നാണ് അല്ലെ. ഹൈലാൻഡിൽ നിന്നാണ് എന്ത് ഈ 44 റിവേഴ്സും ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെ, ഉണ്ടാവുന്നത് അല്ലെ. അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി മിഡ്ലാൻഡ് എന്താ നോക്കുക. ലൊക്കേറ്റ് ദ മിഡ്ലാൻഡ് ഓൺ ദ ഗിവൺ മാപ്പ് ഓൺ പേജ് 136. 136 എന്താണ് മിഡ്ലാൻഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മിഡ്ലാൻഡ് ഏതാണ്? ഈ റെഡ് അല്ലെ. ഈ റെഡ് കളറുള്ളതാണ് എന്ത് മിഡ്ലാൻഡ്. Midland is a physiographic division located between highlands and the coastal region. The altitude of this area ranges from 7.5 meters to 75 meters above sea level. The Midland is characterized by hillocks, valleys and river banks. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. പേജ് 146 നൽകിയിട്ടുള്ളത് എന്താണ്? ആ മാപ്പിൽ നിന്ന് മിഡ്ലാൻഡ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഹൈലാൻഡിന്റെ പിന്നെ കോസ്റ്റൽ റീജിയന്റെയും ഇടയിലായിട്ടാണ് എന്ത് ഈ മിഡ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് എന്ത് ഈ പ്രദേശത്തിന്റെ ഉയരം അല്ലെ. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് എന്ത് ഈ മിഡ്ലാൻഡിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെ. മിഡ്ലാൻഡിൽ എന്തൊക്കെയാണുള്ളത്? ഹില്ലോക്ക്, വാലി ആൻഡ് റിവർ ബാങ്ക്സ്. ഇതിന് പിന്നെ ഇതെത്രയാണ്? 7.5 മീറ്റർ ടു 75 മീറ്റർ വരെയാണ് എന്ത് ഫ്രം എബോവ് സീ ലെവലിൽ നിന്ന് അല്ലെ. ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ഏരിയ അല്ലെ. അതൊക്കെ പഠിക്കുക കേട്ടോ. ഇനി കോസ്റ്റൽ ഏരിയ എന്താ നോക്കുക. മിഡ്ലാൻഡ് എന്താണെന്ന് മനസ്സിലായില്ല അല്ലെ. മിഡ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചർ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് 7.5 മീറ്ററും 75 മീറ്ററിന്റെയും എന്താണ് മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം കിടക്കുന്നത് അല്ലെ. പിന്നെന്താണ് അവിടെ ഹില്ലോക്സ് ഉണ്ട്, വാലീസ് ഉണ്ട്, റിവർ ബാങ്ക്സ് ഒക്കെ ഉണ്ട് അല്ലെ മിഡ്ലാൻഡിൽ. ഇനി കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റൽ ഏരിയ this is a landscape that is adjacent to Lakshadweep Sea, located close to the coastal region. This area has an altitude up to 7.5 meters above sea level അല്ലെ. എന്താണ് ഈ ലക്ഷദ്വീപ് സീനോട് ചേർന്ന് കാണുന്ന ഒരു ഫിസിയോഗ്രഫിക് ആണ് എന്ത് ഈ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് അല്ലെ. ഒരു ലാൻഡ്സ്കേപ്പ് ആണ് എന്ത് ഈ കോസ്റ്റൽ ഏരിയ. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് എന്താണ് ഈ സീ ലെവലിൽ നിന്ന് 7.5 മീറ്റർ വരെയാണെന്ത് ഉയരം. ഓക്കെ, സീ ലെവലിൽ നിന്ന് 7.5 മീറ്റർ വരെയാണെന്ത് ഈ കോസ്റ്റൽ ഏരിയന്റെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, കേരള പൊളിറ്റിക്കൽ മാപ്പ് അല്ലേ ഇവിടെ വരുന്നത് കണ്ട. പ്ലേസ് ട്രേസിംഗ് പേപ്പർ ഓവർ ദ ഗിവൺ പൊളിറ്റിക്കൽ നൽകിയിരിക്കുന്ന ഈ
മാപ്പിൽ പൊളിറ്റിക്കൽ മാപ്പിൻ്റെ മുകളിൽ എന്താണ് ഒരു ട്രേസിങ് പേപ്പർ വെച്ചിട്ട് എന്താക്കുക, നിങ്ങൾ ഈ ജില്ലകളൊക്കെ വരച്ചെടുക്കുക. അതായത് ട്രേസിങ് പേപ്പർ വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക, ഇതിങ്ങനെ വരയ്ക്കുക, ട്രേസ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ജില്ലകൾ വരച്ചെടുത്ത ഈ ട്രേസിങ് പേപ്പർ എന്താണ്, ചിത്രം 2 പേജ് 136 കേരളത്തിലെ ഭൂപ്രകൃതി മാപ്പിന് മുകളിൽ ശരിയായ വിധം ക്രമീകരിച്ച് എന്താണ് സൂപ്പർ എംപോസ് ചെയ്ത് താഴെ പറയുന്ന കണ്ടെത്താൻ പറഞ്ഞത്. ഓരോ ജില്ലയിലും ഉൾപ്പെടുന്ന ഏതൊക്കെയാ ഫിസിയോഗ്രഫി ഡിവിഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഈച്ച് ഡിസ്ട്രിക്ട്, ഓരോ ഡിസ്ട്രിക്റ്റിലും ഉൾക്കൊള്ളുന്ന ഫിസിയോഗ്രഫിക് ഡിവിഷനും ഡിസ്ട്രിക്ട് വിത്ത് കോസ്റ്റൽ ഏരിയാസ്, തീരപ്രദേശമുള്ള ജില്ലകൾ ഏതാണെന്നും, ഡിസ്ട്രിക്ട് കംപ്രൈസിങ് ഓൾ 3 ഫിസിയോഗ്രഫിക് കാറ്റഗറീസ്, 3 ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്നൊക്കെ എന്താക്കുക, നിങ്ങൾ ഈ ട്രേസിങ് പേപ്പറിൽ ഇത് ആദ്യം വെക്കുക. എന്നിട്ട് എന്താക്കുക, ഇതിലെന്താക്കുക വെച്ചതിന് ശേഷം ഈ ജില്ലകളുടെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ ഈ എന്താണ് ബ്ലൂ എന്താണ് കോസ്റ്റൽ ഏരിയ ആണ്, റെഡ് ഏതാ മിഡ്ലാൻഡ് ആണ്, ഗ്രീൻ എന്താണ് ഹൈലാൻഡ് ആണ് അല്ലേ. അപ്പോൾ ഹൈലാൻഡുള്ള ഡിസ്ട്രിക്ട് ഏതാണെന്നും മിഡ്ലാൻഡുള്ള ഡിസ്ട്രിക്ട് ഏതാണെന്നും കോസ്റ്റൽ ഏരിയ ഉള്ള ഡിസ്ട്രിക്ട് ഏതാണെന്നും ഈ 3 ഉള്ളത് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നൊക്കെ കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, ഏതൊക്കെ ഡിസ്ട്രിക്റ്റാണെന്നുള്ളത്. ദെൻ വെതർ ഓഫ് കേരള, എന്താണ് കേരളത്തിൻ്റെ എന്താണ് കാലാവസ്ഥ, വെതർ അല്ലേ. നോക്കൂ, ആദ്യം മൺസൂൺ നോക്കാം നമുക്ക് ഇവിടെ അല്ലേ. മൺസൂൺ ആർ വിൻഡ്സ് that change the direction in accordance with the seasonal changes. The southwest monsoon winds normally blow from June to September in the northern part of the equator in the Indian Ocean. They move towards inland from southwest direction. എന്താണ് പറയുന്നത്, കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് എന്താണ് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് എന്ത്, ഈ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഈ എവിടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് നോർമലി ബ്ലോ ഫ്രം ജൂൺ ടു സെപ്റ്റംബർ അല്ലെ. സൗത്ത് വെസ്റ്റ് മൺസൂണിൽ അല്ലെ ഭൂമധ്യ രേഖക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന ഈ മഴക്കാറ്റുകളാണ് എന്ത് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പറയുന്നത്, കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് എന്ത് മൺസൂൺ കാറ്റ് എന്ന് പറഞ്ഞാല്. ജൂൺ സെപ്റ്റംബറിൽ കേട്ടോ, ഫ്രം ജൂൺ ടു സെപ്റ്റംബർ അല്ലെ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ നോർത്തേൺ പാർട്ട് ഓഫ് ദ ഇക്വേറ്റർ ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ അല്ലെ. എന്താണ് ഇന്ത്യൻ സമുദ്രത്തിൽ ഇക്വേറ്ററിന്റെ നോർത്തിലായിട്ട് അല്ലെ, നോർത്തേൺ പാർട്ട് ഓഫ് ദ ഇക്വേറ്റർ അല്ലെ. ഇക്വേറ്ററിന്റെ നോർത്തേൺ പാർട്ടിലായിട്ട് ഇന്ത്യൻ ഓഷ്യന്റെ എവിടെയാണ്, ഇന്ത്യൻ ഓഷ്യന്റെ നോർത്ത് ഇൻലാൻഡ് ഫ്രം ദ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് അല്ലെ. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് എന്താണ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണെന്ത് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. എന്താണ് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യ ഇക്വേറ്ററിന് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന ഈ മഴക്കാറ്റുകളാണെന്ത് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. ആസ് ദേ ബ്ലോ ഫ്രം ദ സീ ദേ ആർ മോയിസ്റ്റ്. ദീസ് winds which enter the land are blocked by the western ghats. As a result, the western coast including Kerala receive high rainfall. This is the southwest monsoon. In Kerala, this monsoon season is known as കാലവർഷം അല്ലെ. കാലവർഷം കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ എന്താണ് നല്ലൊരു മോയിസ്ചർ ആയിരിക്കും അല്ലെ, ഈർപ്പവാഹിനികളാണ് അല്ലെ. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകൾ എന്താണ് എവിടെയാണ് കരയിലേക്ക് വെസ്റ്റേൺ ഗാറ്റ്സിൽ തടഞ്ഞു നിർത്തുന്നു ഈ കാറ്റുകൾ അല്ലെ. ഇതിന്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന ഈ വെസ്റ്റേൺ തീരങ്ങളിലൊക്കെ എന്താണ് ഉയർന്ന തോതിൽ എന്താണ് മഴ ലഭിക്കുന്നു അല്ലെ. ഇതാണ് എന്താ പറയുന്നത് ഇതാണ് തെക്ക് പടിഞ്ഞാറ് അല്ലെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ മഴക്കാലം എന്താണ് കാലവർഷം എന്നറിയപ്പെടുന്നു. നേരത്തെ ഇതാ സൗത്ത് വെസ്റ്റ്, ഇതാണെങ്കിൽ ഇത് സൗത്ത് വെസ്റ്റ് അല്ലെ. സൗത്ത് വെസ്റ്റ് എന്താണ് കാലവർഷം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. Okay, during the month of October and November, the monsoon winds blow in the opposite direction from the northeast. അപ്പോൾ എന്താണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഈ മൺസൂൺ കാറ്റുകൾ നേരെ ഓപ്പോസിറ്റ് ദിശയിലേക്ക് എവിടേക്കാണ് ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റിലേക്ക് അല്ലെ. നോർത്ത് ഈസ്റ്റിലേക്ക് നിന്നും വീശുകയാണ് ചെയ്യുന്നത്. ഈ കാറ്റുകൾ എന്താണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ അല്ലെ
These winds are known as northeast monsoon winds. Since a part of these winds passes over the Bay of Bengal, it becomes moisture laden and causes rain in many parts of the southern states of India. This monsoon season is known as a തുലാവർഷം ഇൻ കേരള. തുലാവർഷം എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ? അപ്പൊ ഈ കാറ്റുകൾ എവിടെ നിന്നാണ്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു അല്ലെ. ഈ കാറ്റുകളുടെ ഒരു ഭാഗം എന്താണ്? ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ എന്താണ്? ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ സൗത്ത് സ്റ്റേറ്റ്സിലൊക്കെ പലയിടങ്ങളിലും എന്താണ്? മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അല്ലെ. സൗത്ത് ഭാഗത്ത് എന്താണ്? നല്ല മഴയ്ക്ക് സൗത്തേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ അല്ലെ, ഇന്ത്യന്റെ സൗത്തേൺ സ്റ്റേറ്റ്സിലൊക്കെ എന്താണ്? ഈ പലയിടങ്ങൾക്കും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ എന്താണ്? തുലാവർഷം എന്നറിയപ്പെടുന്നു. അപ്പൊ കാലവർഷവും തുലാവർഷവും അല്ലെ. മനസ്സിലായല്ലോ അല്ലെ? നിങ്ങൾ മനസ്സിലാക്കട്ടെ നന്നായിട്ട്. ദെൻ ഇവിടെ നോക്കിയേ, വെദർ ഓഫ് കേരള അല്ലെ. അപ്പൊ വെദർ ഓഫ് കേരള എന്താണ്? Kerala is a land that receives sufficient amount of rain. There are two main rainy season in Kerala. ധാരാളം മഴ ലഭിക്കുന്ന നാടാണെന്ത്? കേരള അല്ലെ. കേരളത്തിൽ പ്രധാനമായി 2 മഴക്കാലങ്ങളുള്ളത് അല്ലെ. സൗത്ത് വെസ്റ്റ് മൺസൂൺ ഓർ കാലവർഷം എന്ന് പറയും. പിന്നെ ഒന്നോ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം അല്ലെ. കേരള റിസീവ് മോസ്റ്റ് ഓഫ് ദ റെയിൻഫാൾ ഡ്യൂറിംഗ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ. എന്താണ്? കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗം എവിടെയാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലത്താണ് അല്ലെ. സമ്മർ സീസൺ ഇൻ കേരള ഈസ് ഫ്രം മാർച്ച് ടു മെയ്. ഇറ്റ് ഫീൽസ് ഹോട്ടർ ദീസ് ഡേയ്സ്. ഇന്റർമിറ്റന്റ് റെയിൻസ് ഇൻ സമ്മർ പ്രൊവൈഡ് സം റിലീഫ് ഫ്രം ദ ഇന്റൻസ് ഹീറ്റ്. അപ്പൊ എന്താ അവിടെ പറഞ്ഞ? കേരളത്തിൽ വേനൽക്കാലം അല്ലെ, സമ്മറിൽ മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽക്കാലം അല്ലെ. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. വേനൽക്കാലത്ത് ഇടക്കെത്തുന്ന മഴ എന്താണ്? ചൂടിന്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു. ഇതാണ് മൺസൂൺ കേട്ടോ. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്താന്ന് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു. പിന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്താണെന്ന് പറഞ്ഞില്ലേ. സൗത്ത് വെസ്റ്റ് മൺസൂൺ ജൂൺ ടു സെപ്റ്റംബറിലാണ് അല്ലെ വരുന്നത്. പിന്നെന്താണ്? ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എപ്പോഴാണ്? ഒക്ടോബർ നവംബറിലാണ് അല്ലെ. ഈ മാസങ്ങളിലാണ് ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണിലെ തുലാവർഷം എന്ന് പറയപ്പെടുന്നത് വരുന്നത് അല്ലെ. ഓക്കെ, ഈ സോയിൽ ടൈപ്സ് ഇൻ കേരള. കേരളത്തിലെ സോയിലുകൾ അല്ലെ, മണ്ണിന്റെ, കേരളത്തിലെ മണ്ണ് അല്ലെ. മണ്ണേ നമ്പി ലേലയ്യ. എന്താണ്? മണ്ണേ നമ്പി ലേലയ്യ മരമിരിക്ക്, മരത്തെ നമ്പി ലേലയ്യ മണ്ണിരിക്ക്, മരത്തെ നമ്പി ലേലയ്യ കൊമ്പിരിക്ക്, കൊമ്പനെ നമ്പിലേലയ്യ ഇലയിരിക്ക്, ഇലയെ നമ്പിലേലയ്യ പൂവിരിക്ക്, പൂവേ നമ്പിലേലയ്യ കായിരിക്ക്, കായെ നമ്പിലേലയ്യ പഴവിരിക്ക്, പഴത്തെ നമ്പിലേലയ്യ നാമിരിക്ക്, നമ്മെ നമ്പിലേലയ്യ നാടി ഇരിക്ക് അല്ലെ. റെഫറൻസ് എന്താണ്? മണ്ണെഴുത്തിലെ 2008-2009 അല്ലെ. അപ്പൊ ലിസൺ ടു ദ സോങ് ഓഫ് ruler of Attapadi. Soil is as important as water and air for the survival of living organism. Human civilization developed through the mutual interaction between soil and humans. Without soil, there are no plants and no organisms that depend on them. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഈ അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ് അല്ലെ. ഇരുളർ അല്ലെ, ഇരുളർ എന്നല്ലേ. അപ്പൊ അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണ്. അത് ശ്രദ്ധിക്കുക. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും എല്ലാം പോലെ എന്താണ് പ്രാധാന്യമുള്ളതാണ് ഇത്? മണ്ണ് അല്ലെ. വെള്ളവും എയറും അല്ലെ, വാട്ടറും എയറും പോലെ പ്രാധാന്യമുള്ളതാണ് ഇത് സോയിലും അല്ലെ. അപ്പൊ സോയിലും മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് എന്ത്? മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല അല്ലെ, അവയെ ആശ്രയിക്കുന്ന ജീവികളുമില്ല അല്ലെ. അപ്പൊ ഹൗ ഈസ് സോയിൽ ഫോംഡ്? എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത്? Soil is one of the main factors responsible for the existence of life on earth. The process of weathering of rock to form soil takes a long time. Topography. എന്താണ് പറയുന്നത്? ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണെന്ത്? സോയിൽ അല്ലെ. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത് അല്ലെ. ടോപ്പോഗ്രഫി ഭൂപ്രകൃതി, ക്ലൈമറ്റ്, പിന്നെന്താ കാലാവസ്ഥ, റോക്ക് സ്ട്രക്ചർ ആൻഡ് ഏജ്. The activity of plants and animals and other microorganisms contribute to soil formation. It is estimated that it takes more than 1,000 years for the formation of soil of 1 inch thickness. എന്താണ് ഈ ഭൂപ്രകൃതിയും ടോപ്പോഗ്രഫിയും പിന്നെ അതുപോലെ വെതർ, ക്ലൈമറ്റും പിന്നെ പാറയുടെ ഘടന, കാലപ്പഴക്കം, പിന്നെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒക്കെ മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നത് അല്ലെ. 1 ഇഞ്ച് കനത്തില് മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെട്ടത് അല്ലെ. ഒരു 1 ഇഞ്ച് തിക്നെസ്സിലുള്ള സോയിൽ ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്? 1000s of years വേണമെന്നാണ് പറയുന്നത് അല്ലെ.
Read the chapters narrating how soil is formed in Jawaharlal Nehru's book Letter from a Father to His Daughter and discuss in the class. എന്താണ് പറയുന്നത്? ജവഹർലാൽ നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൽ മണ്ണ് ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്ന ഭാഗം വായിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്? കളക്ട് പിക്ചേഴ്സ് ഓഫ് എ വെറൈറ്റി ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് യൂസ് സോയിൽ, പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീച്ചേഴ്സ് ആൻഡ് പ്രസന്റ് ദം ടു ദ സോഷ്യൽ സയൻസ് ക്ലബ്ബ്. മണ്ണ് ഉപയോഗപ്പെടുത്തി മനുഷ്യർ നടത്തുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഡിജിറ്റൽ ആൽബം തയ്യാറാക്കി സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ലാറ്ററൈറ്റ് സോയിൽ ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ലാറ്ററൈറ്റ് സോയിൽ, റെഡ് സോയിൽ, അലൂവിയൽ സോയിൽ, ഫോറസ്റ്റ് സോയിൽ ആർ ദ മെയിൻ സോയിൽ ടൈപ്സ് ഇൻ കേരള. കേരളത്തിൽ എന്താണ് ഈ ഏതൊക്കെ സോയിലുകളാണ് ഉള്ളത്? കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണിത് ലാറ്ററൈറ്റ് സോയിലും റെഡ് സോയിലും അലൂവിയൽ സോയിലും ഫോറസ്റ്റ് സോയിലും. ബ്ലാക്ക് സോയിൽ ആൻഡ് പീറ്റ് സോയിൽ ആർ ഓൾസോ ഫൗണ്ട് ഇൻ സം റീജിയൻസ്. ചില സ്ഥലങ്ങളിൽ, കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ എന്താണ് ബ്ലാക്ക് സോയിലും പീറ്റ് സോയിലും കാണപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ ചെങ്കൽ മണ്ണ്, റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ചെമ്മണ്ണ്, പിന്നെന്താ അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ ഏക്കൽ മണ്ണ്, ഫോറസ്റ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ അല്ലേ. പിന്നെന്താ ബ്ലാക്ക് സോയിൽ കറുത്ത മണ്ണ്, പീറ്റ് സോയിൽ എന്നിവ എന്താണ് ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. കളക്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീച്ചർ, മേക്ക് നോട്ട്സ് ആൻഡ് പ്രസന്റ് ദം ഇൻ ദ ക്ലാസ്. പ്രധാന മണ്ണിനങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടീച്ചറുടെ സഹായത്തോടെ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഈ ചിത്രങ്ങൾ നോക്കി ഒബ്സർവ് ദ പിക്ചേഴ്സ്. എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് എക്സസീവ് ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ് അല്ലേ. അമിത രാസവള കീടനാശിനി പ്രയോഗമാണ് ഇവിടെ നടത്തുന്നത് അല്ലേ. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ സോയിൽ, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്ലേ. പിന്നെ എന്താണ്? അശാസ്ത്രീയമായ അല്ലേ അൺസയന്റിഫിക് മൈനിങ്, അശാസ്ത്രീയമായ ഖനന പ്രവർത്തനം. പിന്നെ അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, എന്താണ് ഇവിടെ പറയുന്നത്? അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ അല്ലേ. ഇലിസ്ട്രേഷൻ ഗിവൺ ആർ സിറ്റുവേഷൻസ് ഇൻ വിച്ച് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സോയിൽ ആർ അഡ്വൈസ്ഡ് എഫക്റ്റഡ്. ഫൈൻഡ് ഔട്ട് ആൻഡ് എൻലിസ്റ്റ് മോർ സച്ച് കോണ്ടെക്സ്റ്റ്. മണ്ണിന്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങളുടെ ചിത്രങ്ങളാണെന്ത് നൽകിയിരിക്കുന്നത്. കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മണ്ണിന്റെ അതിന്റെ സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങളാണിത് ഈ ചിത്രത്തിലുള്ള ആപ്ലിക്കേഷൻ ഓഫ് എക്സസീവ് ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡും പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ സോയിലും അൺസയന്റിഫിക് മൈനിങ്ങും അൺസയന്റിഫിക് അഗ്രികൾച്ചറും ഒക്കെ പ്രാക്ടീസസ് ഒക്കെ എന്താണ്? ഇതൊക്കെ മണ്ണിന്റെ ഈ സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്നതാണ് അല്ലേ. കൂടുതലുള്ള അറിയുന്നത് നിങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ മെഷേഴ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഫോർ ദ കൺസർവേഷൻ ഓഫ് സോയിൽ? മണ്ണ് സംരക്ഷണത്തിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ദ മെത്തേഡ് ഓഫ് സോയിൽ കൺസർവേഷൻ. മണ്ണ് സംരക്ഷണ മാർഗങ്ങളുടെ ചിത്രങ്ങൾ നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, മാംഗ്രോവ്സ് അല്ലെ, എന്താണ് ഈ കണ്ടൽ കാടുകൾ എന്ന് പറയും അല്ലെ. കയർ ജിയോ ടെക്സ്റ്റൈൽസ്, എന്താണ് കയർ ഭൂവസ്ത്രം അല്ലെ. പിന്നെന്താണ് സ്റ്റോൺ വാൾ ഫെൻസ്, എന്താ കല്ല് കയ്യാല. പിന്നെന്താണ് ടെറസ് ഫാമിംഗ് അല്ലെ, എന്താ തട്ട് കൃഷി അല്ലെ. കൂടുതൽ ഫൈൻഡ് ഔട്ട് ആൻഡ് എൻലിസ്റ്റ് മോർ മെഷർ ഓഫ് സോയിൽ കൺസർവേഷൻ. കൂടുതൽ മാർഗങ്ങൾ കണ്ടെത്തി പട്ടികയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ യുണൈറ്റഡ് നേഷൻസ് ഒബ്സർവ് December 5 ആസ് വേൾഡ് സോയിൽ കൺസർവേഷൻ ഡേ. എന്താണ് ഇവിടെ പറയുന്നത്? ഈ December 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി എന്താണ് ഈ യുണൈറ്റഡ് നേഷൻസ് എന്താക്കിയിട്ടുണ്ട്, ആചരിക്കുന്നുണ്ട് അല്ലേ. ഒരു സംഘടന കളക്ട് സോയിൽ ടൈപ്സ് ഫ്രം യുവർ ഏരിയ ആൻഡ് ഐഡന്റിഫൈ ദെയർ ക്യാരക്ടറിസ്റ്റിക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീച്ചർ, റൈറ്റ് ദം ഓൺ എ ചാർട്ട് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ടു ദ ക്ലാസ്. നിങ്ങളുടെ പ്രദേശത്തെ മണ്ണിനങ്ങൾ ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ അവയുടെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് ചാർട്ടിലെഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.